മോഹൻലാൽ അൻവർഷി ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുതിയ സിനിമകൾ ഇറങ്ങിയെങ്കിലും ചോട്ടാ മുംബൈക്ക് പ്രേക്ഷക കുറവ് സംഭവിക്കുന്നില്ല. 3 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഇതുവരെ കേരളത്തിൽ നിന്ന് നേടിയ നേട്ടം. പുറത്തിറങ്ങിയ 7ാം ദിവസവും പ്രേക്ഷകരുടെ ആവേശത്തിന് കുറവൊന്നുമില്ലായിരുന്നു. പല തിയേറ്ററുകളിലും സിനിമയ്ക്കായി എക്സ്ട്രാ ഷോകൾ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. 2ാം ആഴ്ചയിൽ ചിത്രം കൂടുതൽ തിയേറ്ററിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒപ്പം കേരളത്തിന് പുറത്തേക്കും സിനിമ എത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും റിപ്പോർട്ടുകൾ വന്നു. തിയേറ്ററിൽ നിന്നുള്ള പ്രേക്ഷകരുടെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആഘോഷം കൂടിയപ്പോൾ പ്രേക്ഷകരെ നിയന്ത്രിക്കാൻ പോലീസുകാർ വരെ എത്തി എന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില കാഴ്ചകളാണ്. അത് ദിവസവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ റീ റിലീസ് റെക്കോർഡുകളിൽ ചോട്ടാ മുംബൈ ഇടം പിടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ ട്രെൻഡ് അവസാനിക്കുന്നില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ട്രാക്കർമാർ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ പുതിയ സിനിമകൾ തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായങ്ങളും നേടുന്നുണ്ട് എന്നതും നോക്കിക്കാണേണ്ടതാണ്. കൂടാതെ ഒരു റീ റിലീസ് ചിത്രത്തിന് 15ാം ദിവസത്തെ പോസ്റ്റർ വരെ അടിച്ചിറക്കിയെന്ന കാര്യങ്ങൾ കൂടി കണ്ടപ്പോൾ ആരാധകർ ആവേശത്തിലാണ്. ഒരു റീ റിലീസ് ചിത്രത്തിന് 15ാം ദിവസത്തെ പോസ്റ്ററോ എന്നതാണ്. അപ്പോൾ ഇതുവരെ 15 ദിവസമായിട്ടില്ല, എങ്കിലും 15 ദിവസം ഓടുമെന്നുള്ള കോൺഫിഡൻസ് ആ അണിയറ പ്രവർത്തകർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഗംഭീര ഒരു കോൺഫിഡൻസ് തന്നെയാണെന്ന് പ്രേക്ഷകരും അഭിമാനത്തോടെ പറയുകയാണ്. കാരണം ഈ ചിത്രം 15 അല്ല, അതിന് മുകളിൽ തന്നെ നിലനിൽക്കും. അതുപോലുള്ള പ്രേക്ഷകരാണ് ഈ ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എടുത്തു പറയുന്നതാണ്, കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഈ ചിത്രത്തിന് ഒരു ഫാൻ ഷോ ഒക്കെ വെക്കുന്നു എന്ന രീതിയിൽ. ഹൈദരാബാദിലെ തിയേറ്റർ റെസ്പോൺസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലാകുന്നതും. ആരാധകർ അവിടെ നിന്നുള്ള തല ദർശനത്തെക്കുറിച്ചുള്ള വീഡിയോകൾ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു. ഹൈദരാബാദിലും ഇത്രയും വലിയ ഓളമാണ് മോഹൻലാൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? എല്ലാവരും ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ തിയേറ്ററുകളിൽ സ്റ്റക്കായി നിൽക്കുകയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. അതുപോലൊരു ഓളമാണ് ചോട്ടാ മുംബൈയും മോഹൻലാലും തീർത്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ആരവമാണ്. എന്തായാലും പുതിയ ചിത്രങ്ങളും അതിനൊപ്പം തന്നെ ഒരു 18 വർഷം പഴക്കമുള്ള ചിത്രവും ഒക്കെ തിയേറ്ററിൽ ഗംഭീര ഓളമുണ്ടാക്കുമ്പോൾ മറ്റൊരു മോഹൻലാൽ സിനിമ കൂടി വരാൻ പോകുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ. മാർച്ച് 27 തിയേറ്ററിലെത്തിയ സിനിമ തിയേറ്റർ പ്രദർശനങ്ങൾക്കൊടുവിൽ ഏപ്രിൽ 24 OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഒരു തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു എന്ന വാർത്തയാണ് ശ്രദ്ധ നേടുന്നത്. ഉത്തർപ്രദേശിലെ ഹാപൂർ ജില്ലയിലെ പിൽഖുവയിലുള്ള വിഫോർ ചിത്രലോക് എന്ന തിയേറ്ററിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പാണ് ഇവിടെ പ്രദർശനം തുടരുന്നത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ അടക്കം സിനിമയുടെ ടിക്കറ്റും ലഭ്യമാണ്. അതിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുമുണ്ട്. ഇതാണിപ്പോൾ കൗതുകമാകുന്നതും. ഖുറേഷി അബ്രാം വീണ്ടും തിയേറ്ററിൽ എന്ന് പറഞ്ഞുള്ള വാക്കുകളുമായാണ് വലിയ രീതിയിൽ വാർത്തകളിൽ എമ്പുരാൻ ഇടം നേടുന്നതും. എല്ലാവരും വിചാരിച്ചു, ഇതെന്താ വീണ്ടും റീ റിലീസിന് ഒരുങ്ങുകയാണോ എമ്പുരാൻ? പക്ഷേ എമ്പുരാൻ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നതാണ് പ്രേക്ഷകരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. കേരളത്തിലല്ല എന്നേ ഉള്ളൂ. മോഹൻലാൽ എന്ന താരത്തെ ആഘോഷമാക്കാൻ തുടങ്ങി വെച്ചത് എമ്പുരാൻ എന്ന ചിത്രമാണ്. എമ്പുരാനിലൂടെയാണ് മോഹൻലാൽ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. 75ഉം 76ഉം ദിവസം കഴിഞ്ഞിട്ടും ആ ആഘോഷങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും മോഹൻലാലിനെ ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് ഓരോ ചിത്രങ്ങളും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോട്ടാ മുംബൈ എന്ന ചിത്രം വലിയ ആഘോഷങ്ങൾ തീർക്കുമ്പോൾ അതിന് പുറകെ റീ റിലീസുകളുടെ ഒരു ഘോഷയാത്ര തന്നെ വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലിന്റേതായി ഉദയനാണ് താരവും വടക്കുംനാഥനും ഒക്കെ എത്തുകയാണ്. മാർച്ച് 27 തിയേറ്ററുകളിൽ ഈ ആഘോഷം മോഹൻലാൽ തുടങ്ങി വെച്ചത്. ഈ വർഷത്തിൽ മോഹൻലാലിന്റെ തുടക്കം ഗംഭീരമായിരുന്നു. എമ്പുരാൻ എന്ന സിനിമ 325 കോടിയുടെ ബിസിനസ് നേട്ടമാണ് കൈവരിച്ചത്.